അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നാളുകൾക്കൊടുവിൽ വിള കൊയ്ത് അറ നിറഞ്ഞു കവിഞ്ഞാൽ പിന്നെ കർഷകർക്ക് ഉത്സവത്തിന്റെ നാളുകളാണ്. വിരുദ് തെളിയിക്കാനുള്ള മത്സരത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കാളപ്പൂട്ടും കടന്നുകൂടിയിരുന്നുവെന്ന് ചരിത്രം. കൊയ്ത്ത് കഴിഞ്ഞ് പൂട്ടിയടിച്ച് നിലമൊരുക്കിയ വയലുകളിൽ കാളകളെ ഓടിച്ച് കളിച്ച പ്രാചീന കർഷകരുടെ വിനോദത്തിൽ നിന്നാണ് ഇന്നത്തെ കാളപ്പൂട്ട് രൂപം കൊണ്ടതത്രേ. മനുഷ്യനും മൃഗവും ഒത്തുചേർന്ന് ബലാബലം പരിശീലിച്ചു. വിജയി നാടിന്റെ മുഴുവൻ ജയാരവം ഏറ്റുവാങ്ങിയപ്പോൾ കരുത്തുള്ള കാളകളും കരുത്ത് ചമ്മട്ടിക്കോലിൽ നിയന്ത്രിക്കുന്ന കൈക്കരുത്തുള്ള കർഷകനും അന്തസ്സിന്റെയും ആഠ്യത്വത്തിന്റെയും അടയാളങ്ങളായി. പിന്നെ മത്സരത്തിൽ പങ്കെടുക്കാൻ മാത്രമായി ജന്മികൾ കാളകളെ വളർത്തി തുടങ്ങി. കോഴിക്കോട് പുല്ലാളൂരിലെ തറോൽത്താഴം കോയാലിമുക്ക് റോഡരികിലെ പൂട്ടുകണ്ടത്തിൽ കാളപ്പൂട്ട് മത്സരം ആരംഭിച്ചിട്ട് 6 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. വെള്ളയും മയിലയും കോളയും ഇനത്തിലുള്ള കാളക്കൂറ്റന്മാർ പൂട്ടുകണ്ടത്തിലൂടെ ചീറ്റപ്പുലിയെപ്പോലെ ചീറിപ്പായുന്നതും ആവേശത്തിമിർക്കിൽ കാണികൾ മതിമറന്ന് ആസ്വദിക്കുന്നതുമായ ആ നല്ല ഭൂതകാലമാണ് പ്രായത്തെ അവഗണിച്ചും മുഖ്യ സംഘാടകനായ BC അഹമ്മദ് ഹാജിക്ക് പറയാനുള്ളത്. ഇന്നത്തെയിലൊക്കെ വലിയ ഇതുള്ളത് അക്കാലത്താണ്. ഞങ്ങളെടുത്ത് തോനെ അമ്മമാരെടുത്തും ഞങ്ങളുടെ അടുത്തും എല്ലാം തോന മൂജിണ്ടായിരുന്നു. ഇരിക്കാൻ ഒരു 10 കൊല്ലമായിട്ടുള്ളൂ. 10 കൊല്ലമായിട്ടുള്ളൂ. കപ്പിൻ്റെ പൂട്ട് മറ്റേത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂട്ടെന്ന് പറഞ്ഞാൽ 2 ചിത്ത് 3 ചിത്ത് ഒന്നായിട്ട് കാളൂട്ടുക. ഊട്ടി വളർത്തുമ്പോഴും അന്നം തരുന്നവൻ ദൈവസ്ഥാനത്താണെന്ന തിരിച്ചറിവാണ് ഈ വിനോദത്തിന് പിന്നിലെ പ്രേരക ശക്തി. ഉടമയുടെ സ്വകാര്യ അഹങ്കാരവും നാടിന്റെയും നാട്ടുകാരുടെയും അഭിമാന സ്തംഭവുമാണ് കാളക്കൂറ്റന്മാർ. മനുഷ്യനും മൃഗവും തമ്മിലുള്ള ശക്തി പരീക്ഷണത്തേക്കാൾ അടിത്തട്ടിലേക്കുള്ള ഹൃദയബന്ധത്തിലേക്ക് കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പണ്ടുകാലങ്ങളിൽ 2ാം വിള ഇറക്കുമ്പോൾ വിശാലമായ പാടത്ത് നടത്തുന്ന ഒരു പോരാട്ട മത്സരമായിരുന്നു കാളപ്പൂട്ട്. ഇതിനായി പ്രത്യേകം കാളകളെ വളർത്തി പരിശീലിപ്പിക്കും. മരവും നുകവും കൂട്ടിക്കെട്ടിയ ശേഷം അതിവേഗത്തിൽ ഓടിക്കും. ഓട്ടത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. ട്രാക്ക് മാറാതെ ലക്ഷ്യസ്ഥാനത്തെത്തുകയെന്നതാണ് പ്രധാനം. ജഡ്ജിമാർക്ക് നിയമത്തിന് വെച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ ബോൾ ഉണ്ടല്ലോ, ആ ബോൾ തട്ടിപ്പോയാൽ ഫൗളാണ്. അതിലിപ്പുറത്ത് വരാൻ പാടില്ല, അതിനുള്ളിൽ കയറണം. ഈ 4 മൂലയിലും ബോളുണ്ട്. ആ ബോളിൻ്റെ അകത്തായി കൊണ്ട് ഓടണം. അതിന് സ്പീഡ് ആർക്കാണോ കൂടുതൽ അവർ